എനിക്ക് പറയാണ്ട് ഒഴിവാക്കിയാൽ ആൻസിപ്പിക്കൽ കൂടെ അന്തസ്സോടെ പടിയിറങ്ങും. നാളെ ഇതിലാറ് വലിയ ക്യാമറ സെറ്റിൽ ആൻസിപ്പ് വരും. അതായത് തൊപ്പിയുടെ യുഗം അവസാനിപ്പിക്കും. പറയുന്ന ആളെ പേര് മനസ്സിൽ കുറിച്ചിട്ടോളി. അൻഷിഫ് മുനിക്കല് ഇന്നല്ല ഇതിന് മറുപടി പറയാ. ആഫ്റ്റർ 2 years I will show who is I am. I will show who is I am. Who is I am. വലിമാനൊക്കെ ഒഴിച്ചു വിട്ടാ. പിന്നെ ഈ നാടിന്റെ ചവിട്ടാൻ വീട്ടിക്കൊന്ന് കൊടുക്കാൻ എനിക്ക് അന്ന് പൂതിണ്ട്. എന്ത് തൊപ്പിനെ കാണാൻ നടന്നു പോയി എന്ന് പറഞ്ഞപ്പോ, അതായത് ഇപ്പൊ നടന്നീനല്ല, തൊപ്പി മറ്റേ ഇതല്ലേ ഹജറുൽ അസ്വദല്ലേ, ഓനെ പോയി നാട് തവാഫ് ചെയ്യാനും നടന്നു പോയിട്ട് കാണാനും ഇവന്റെ ഒക്കെ ചിറടിച്ച് പൊളിച്ചാൻ വേണ്ടി അത് കരുതിയൊരു കാലുണ്ടേ. പക്ഷെ ഓൻ നിങ്ങളെ പൊട്ടനാക്കിയാണ്. തൊപ്പിനെ കാണാൻ നടന്നിട്ട് പോകാൻ ഓൻ പൊട്ടനല്ല. ഓനെ ഏറ്റവും ലോക്കൽ ട്രെയിനിലാണ് പോയിക്കണത് തൊപ്പിനെ കാണാൻ. മനസ്സിലായോ? അതിനുള്ളത് ഉള്ളോര് അല്ല. ഞാനതല്ല ആലോചിക്കണത്. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കണ എപ്പോഴേലും അൻഷിഫ് മുനിക്കലിന് ഇതിൽ എന്താ റോള്? കാരണം ഓനെ ഇതിൽ പറഞ്ഞിട്ടില്ല തൊപ്പി. പിന്നെ എന്തിനാണ് ഓനെ ഇതിക്ക് വലിച്ചിട്ടുണ്ടെന്നില്ല. അതെനിക്ക് പറയണോ? ചാറ്റിനോട് പറയണ എനിക്ക്. ഷാജാനെ, എനക്ക് അറിയാത്തൊരു കളി ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. നിങ്ങളെ പ്രശ്നം എന്നുള്ളത് എനിക്കൊരു കച്ചിത്തുരുമ്പാണ്. ഞാനത് പിടിച്ചു കയറും. കാരണം എന്റെ ആവശ്യം എന്ന് പറഞ്ഞാല് ഓ എന്നെ തോണ്ടലാണ്. തോണ്ടുമ്പോ ഞാൻ മാന്തും. മനസ്സിലായോ? തൊപ്പിയെ എന്നോടാ പറയണത്. ആണാണെങ്കിൽ ചൊറിഞ്ഞു നോക്കടാ, ചൊറിഞ്ഞു നോക്ക്. എനിക്ക് എന്താ കളി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ സകല എൻ്റെ ഇത്രയും കാലത്തിന് ഉണ്ടാക്കി എടുത്ത എല്ലാ കളികളും അറിഞ്ഞിട്ടാണ് അൻഷിഫ് നിൽക്കുന്നത്. മനസ്സിലായോ? എൻ്റെ സകല ഉടായ്പും എൻ്റെ ഇപ്പൊ ഈ നന്മമരാക്കിയാണ്ടേ ഇജെന്താ കരുതിക്കണേ? ഈ കുട്ടികളെ ലൈവിൽ ഇങ്ങനെ വന്നുകാണ്ട് നട്ടപ്പായർക്ക് ഉറങ്ങണ ടൈമില് കുട്ടികളെ ഉറക്കം കെടുത്തിയിട്ട് കുട്ടികളൊക്കെ ഒരു മാനസിക രോഗിയാക്കി മാറ്റാന്ന് കരുതിയടാ ഈ സമൂഹത്തിലുള്ള കുട്ടികളൊക്കെ. ഇജ് കരുതിയോ? നടക്കൂല മാന, നടക്കൂല. എൻ്റെ ഐഡന്റിറ്റി വലിച്ചു കീറി എൻ്റെ പൈശാചിക ശക്തിയെ പുറത്ത് ചാടിച്ചിട്ടുള്ളടാ ഈ അൻഷിഫ് മുനിക്കൽ കളിക്കളം വിടുള്ളൂ. ഇത് തോണ്ടി നോക്ക്, തോണ്ടി നോക്കാണെങ്കിൽ കാണാൻ നമുക്ക് കളി. ഓക്കെ? പിന്നെ റീച്ചിന് വേണ്ടിയിട്ട് അന്നെ ചൊറിയേണ്ട ഒരാവശ്യമില്ലടാ നായെ. അത് ആദ്യം മനസ്സിലാക്കി. കള്ള നായി തൊപ്പിച്ചറ്റ പട്ടി ആദ്യം മനസ്സിലാക്കി. കാരണം റീച്ച് അൻഷിഫിനെ റീച്ച് മത്തായിയാണ് കേട്ടോ. എൻ്റെ മാതിരി പാൽക്കുപ്പി ഫാൻസ് അല്ല, അന്തസ്സും അഭിചാരത്തിലുള്ള ഫാമിലിയിൽപ്പെട്ട അന്തസ്സുള്ള ആളുകൾ ഇഷ്ടം പോലെ അൻഷിഫ് മുനിക്കലിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അൻഷിഫ് മുനിക്കലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ മകിടി പാൽക്കുപ്പികളല്ല തെറിക്കമന്റ് തൊള്ളിന്ന് തുറന്നു എന്നിട്ട് അന്നെ കാണാന് ആരുടെ ചെങ്ങായി കക്കൂസുക്ക് തീർത്ഥാടനത്തിന് നോക്ക്. അടിയാണ് ഇവനടി. സാധാരണ ഇവിടേക്ക് ഈ കൈയാട്ടുമ്പോ ഇങ്ങോട്ടാണ് വരുന്നത്. ഇവനടി, ഓനടി, കക്കൂസുക്ക്. അങ്ങനെ എനിക്കും ദേഷ്യമൊന്നുമില്ല. തൊപ്പിന്റെ പേഴ്സണലായിട്ട് അല്ല, തൊപ്പിനെ പേഴ്സണലായിട്ട് ഇന്നെതുവരെ ഒന്ന് തോണ്ടിയിട്ടോ ഒന്ന് മാന്തിയിട്ടോ അല്ലെങ്കിൽ ഇന്നെ പറ്റി പറഞ്ഞിട്ടോ ഒന്നുമില്ല. മനസ്സിലായോ? പക്ഷെ ഓൻ മാന്തണം. അവിടെയാണ് കളി സ്റ്റാർട്ട് ആവുള്ളൂ. മനസ്സിലായോ? അത് എനിക്ക് റീച്ചിന് വേണ്ടിയിട്ടല്ല. അൻഷിഫ് മുനിക്കൽ പൊട്ടനല്ല. ആദ്യം നിങ്ങളെ മനസ്സിലാക്കി. കാരണം അൻഷിഫ് മുനിക്കലിനും അറിയാം തൊപ്പിക്കെതിരെ നിൽക്കുമ്പോ ബാഡ് കമന്റ് വരും, അൻഷിഫിന് നെഗറ്റീവ് വരും, ഫോളോവേഴ്സ് കുറയുള്ളൂ എന്ന് മനസ്സിലാക്കാനുള്ള അന്തല്ലാത്ത പൊട്ടനല്ല അൻഷിഫ് മുനിക്കല്. എന്നിട്ടും ഷാജഹാൻ ഒരു കാര്യത്തിന് വിളിക്കുമ്പോ അന്തസ്സായിട്ടും അവന്റെ കൂടെ പോന്നിക്കണെന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ന്യായവും ലക്ഷ്യവും അതല്ല. ഇത് സത്യം പറഞ്ഞാൽ ഇവിടെ എന്താ നടക്കുന്നത്? ഈ നാട്ടിൽ എന്താ നടക്കുന്നത്? അതായത് കുഞ്ഞോൻ പാണ്ടിക്കാടിന് നീലക്കുഞ്ഞിനോടുള്ള ഒരു വിരോധം വെച്ചിട്ട് തൊപ്പിനെ നന്നാക്കുക. ആര്? ജനങ്ങള്. അതായത് പാൽക്കുപ്പികൾ നന്നാക്കണായിട്ട് തലച്ചോറ് വളർന്നിട്ടില്ല, അന്തല്ലായിട്ടാണെന്ന് കരുതുക. പക്ഷെ കുറെ വലിയ വലിയ പോത്തുകൾ, മരപ്പോത്തുകൾ, അതായത് തൊപ്പി എന്താന്ന് കൂടി അറിയില്ല. ഐറ്റങ്ങൾ കണ്ടത് എന്താണ്? തൊപ്പിന്റെ ഈ ചെറിയ ചെറിയ ക്ലിപ്പുകൾ, ഇവന്റെ ഫാൻസ് അക്കൗണ്ട് ഉണ്ടാക്കിയിടുന്ന ക്ലിപ്പുകൾ കണ്ടിട്ട് തൊപ്പി നല്ല മനുഷ്യൻ, നല്ല സംഭവമാണ് നടക്കുക. പൈശാചിക ശക്തിയുടെ കളിക്കാരാണ് തൊപ്പി. മനസ്സിലാക്കി വെച്ചോളി. ഇലുമിനാനിറ്റി അത് അന്തല്ല. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്കത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയൂല. പക്ഷെ എനിക്കും തൊപ്പിക്കും മാത്രം അറിയുന്ന ഒരു ഗെയിം ഇതിന്റെ പിന്നിലുണ്ട്. അത് മനസ്സിലാക്കി വെച്ചോളി. അൻഷിഫ് മുനിക്കലിന് റീച്ചിന്റെ ആവശ്യമില്ല. റീച്ച് ഉള്ളത് കുറയുള്ളൂ എന്ന് അറിയാം. പക്ഷെ ഇതിനെതിരെ ഞാൻ ശബ്ദിക്കും, പോരാടും. ഓന് മദ്രസയിൽ പോണവരൊക്കെ എനിക്ക് മദ്രസ കുണ്ടന്മാരാ. അതേപോലെ ദർസ് പോണവരൊക്കെ മദ്രസ കുണ്ടന്മാര്, മദ്രസ പൊട്ടന്മാര്. അങ്ങനെയാണ് ഓന്റെ അഭിസംബോധന തന്നെ. അപ്പൊ എന്താണ്? കുട്ടികളുടെ ഇടയിൽ ഇഞ്ചക്ട് ചെയ്യാണ്, തലച്ചോറിൽ ഇഞ്ചക്ട് ചെയ്യാണ്. എന്ത്? കുട്ടികൾ
അതുപോലെ എന്തേലും ഇട്ടോട്ടെ. അതാടാ അതെന്തോ ആയിക്കോട്ടെ. ലൂസിഫർ എന്നുള്ള പടത്തില് മറ്റേ ഇതിനെതിരെ എന്താ ഇന്ദ്രജിത്ത് ഫസ്റ്റ് പറയുന്ന കുറച്ച് ഡയലോഗ്സ് ഉണ്ട്. അതേപോലെ ഇതായതാണ് മറ്റേതാണെന്നൊക്കെ ലൈവില് കുറെ കമന്റ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങളോടൊക്കെ പറയാം, നിങ്ങൾ ആ കമന്റ് അടിച്ചാണ് ബിയറും കുപ്പിന്റെ കമന്റ് അടിച്ചാണ് ഇരുന്നുള്ള പട്ടികളെ ചെറ്റകളെ നിങ്ങളൊക്കെ ജനറേഷൻ ഇല്ലാതെയാക്കാനേ. അതായത് കുട്ടികൾ ചിത്രം വരച്ചും അതേപോലെ കഥ വായിച്ചും ടി വി കണ്ടും വളരേണ്ട ജനറേഷനെ മൊത്തം ഈ ബാത്റൂമിലേക്ക് ക്ഷണിച്ചിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ ഇവിടെ ആരുമില്ല. എന്താ പേടി? എന്താ ഭയമേ ഇരിക്കാതെടാ. ദിസ് ഈസ് അൻഷിഫ് മുനിക്കൽ ഷോ. ഐ വിൽ ഷോ വോയിസ് ഐ ആം. വെയിറ്റ് ടിൽ ഐ വിൽ നോട്ട് റിഗ്രറ്റ്, നോട്ട് കോംപ്രമൈസ്, നോട്ട് ബാക്ക്. അതിലെന്താ പറയലേക്ക് ഇത് ഈ യുദ്ധം എന്ന് പറഞ്ഞാല് ഈ യുദ്ധങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ തൊപ്പി ഷാജഹാനോ അല്ലെങ്കിൽ കുഞ്ഞാമ്പാണ്ടിക്കാട് നീലക്കോയിലും തമ്മിലുള്ള യുദ്ധമല്ല. ഇത് ഇന്ത്യ യുദ്ധം എന്ന് പറഞ്ഞാല് വേറെ കളിയാ. മനസ്സിലായോ? മിഞ്ഞാന്നോരോ ഓണത്തിന്റെ ലൈവ് ഇട്ടു. നിങ്ങളിങ്ങനെ പറയും ഇതൊക്കെ തൊപ്പി മറ്റേ പണ്ടത്തെ ഓൻ്റെ ഈ ബാത്റൂം കോമഡി, ടോയ്ലറ്റ് കോമഡി. പണ്ടൊക്കെ ഞമ്മക്ക് കക്കൂസ് എന്ന് പറഞ്ഞ് ഈ സംഭവം ഉണ്ടല്ലോ, നമ്മളെന്ത് ചെയ്തു? മനുഷ്യന്മാർക്ക് ബുദ്ധി വെക്കുമ്പോ അല്ലെങ്കിൽ